ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസവും ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചൊരു ടിപ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഒരുപാട് ടിപ്സുകളിങ്ങനെ ഓയിലി സ്കിന്നുകാർക്ക്, നോർമൽ സ്കിന്ന്, അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവർക്ക് മാത്രമായിട്ടുള്ളൊരു ടിപ്സ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് മാത്രമായിട്ടുള്ളൊരു ടിപ്സാണ്. അവർ ഈ ഡ്രൈ സ്കിൻ ആവാൻ തന്നെ കാരണം അവർ ഒരുപാട് വെള്ളം കുടിക്കത്തില്ല, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാത്ത പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് അവർക്ക് ഡ്രൈ സ്കിൻ. കാരണം വെച്ചാൽ ആഹാരത്തിൽ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളോ വെജിറ്റബിൾസൊക്കെ കൂടുതൽ കഴിക്കണം. അതുപോലെ തന്നെ അവർ ധാരാളം വെള്ളം കുടിക്കുക. അവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരുപാട് വെള്ളം കുടിക്കാത്ത ആൾക്കാർക്കാണ് ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ എണ്ണയുടെ ഓയിലിൻ്റെ അംശം കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർ എണ്ണ തേച്ച് കുളിക്കുക, അതുപോലെ തലമുടിയൊക്കെ തന്നെ വരണ്ട മുടിയായിരിക്കും അവർക്ക്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കറ്റാർ വാഴയുടെ നീരും മുട്ടയുടെ വെള്ളയും കറ്റാർ വാഴയുടെ നീരും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുഖക്കുരുവൊന്നും വരാത്ത സ്കിന്നായതുകൊണ്ട് കറുത്ത പാടുകളെല്ലാം പെട്ടെന്ന് വന്നുള്ള ഇവരുടെ ഈ സ്കിന്നിന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ കറ്റാർ വാഴയുടെ നീരും മുട്ടയുടെ വെള്ളയും അതുപോലെ പാലിൻ്റെ പാട ഇതും മൂന്നും കൂടി മിക്സ് ചെയ്ത ശേഷം അവർക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസം അവർ സ്കിന്നിൽ ഇടുകയാണെങ്കിൽ അവരുടെ ആ ഡ്രൈ സ്കിന്നിൻ്റെ ആ ഡ്രൈനെസ് മാറി ആ ഭാഗത്ത് നല്ല തുടുപ്പവും തിളക്കവും വരും. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പാലിൻ്റെ പാട യൂസ് ചെയ്യുന്ന വർഷങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഞാൻ എൻ്റെ ചർമ്മത്തിൽ വർഷങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നാണ്. പക്ഷേ ഞാൻ ആ പാലിൻ്റെ പാട ഒരു ദിവസം അരമണിക്കൂർ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആ ഒരു ഫലം എനിക്ക് കാണാനുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഡ്രൈ സ്കിന്നുകാർ, എൻ്റെ സ്കിന്നെന്ന് പറയുന്ന നോർമൽ സ്കിന്നാണ്. അപ്പം ഡ്രൈ സ്കിന്നുകാർ ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാരയുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ കാര വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സ്കിന്നിൽ ഒരുപാട് കാരയും, ഈ ഡ്രൈ സ്കിന്നുകാർക്ക് തന്നെയാണ് കൂടുതൽ കാരയെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കും വരാറുണ്ട്. അത് മുഖക്കുരു വന്നിട്ട് അതിൻ്റെ ആ പാടുകൾ കാരയായിട്ട് രൂപപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പഞ്ചസാരയും ഉപ്പും സമാസമം ചേർത്ത ശേഷം മുഖത്തും കഴുത്തിലും പുരട്ടി, പഞ്ചസാരയും ഉപ്പും രണ്ടും കൂടി സമം എടുക്കുക. ഒരേ തുല്യ അളവിലെടുത്ത ശേഷം അത് എന്ത് ചെയ്യണം, സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് വളരെ നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇനിയൊരു 1-2 ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു കുറച്ച് ടിപ്സുകളാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കുന്ന കൂട്ടത്തിൽ, കാരണം വെച്ചാൽ നമ്മളിപ്പം സ്കിന്ന് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ആൾക്കാരായാലും അതുപോലെ ഗ്ലേസിംഗ് ഇല്ലാത്തവരായാലും നോർമൽ സ്കിന്നായാലും ഡ്രൈ സ്കിന്നുകാരായാലും നമ്മൾ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പം മുട്ട കഴിച്ച് കഴിഞ്ഞ ശേഷം തൈരും മുട്ടയുമായിട്ട് കഴിക്കാൻ പാടില്ല. അതുപോലെ പാലും മുട്ടയും തൈരുമായിട്ട് കഴിക്കാൻ പാടില്ല. പാലും തൈരുമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മുട്ട ഉപയോഗിക്കുമ്പോൾ ഇറച്ചി ഉപയോഗിച്ചുകൂടാ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കാതെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നോക്കാതെ ഉപയോഗിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് വളരെയധികം കാരണങ്ങളാകാറുണ്ട്. അപ്പം നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ തേൻ ചൂടാക്കി കഴിക്കാൻ പാടില്ല. ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തേൻ നമ്മൾ ഒരിക്കലും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഏത് കാര്യത്തിൽ തേൻ ചേർക്കുന്നുണ്ടെങ്കിലും ചൂടാക്കാതെ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ടിപ്സുകളാണ് ഞാനീ പറഞ്ഞിട്ടുള്ളത്. ഇനിയെന്ന് പറഞ്ഞാൽ ഒരു ടോണിക്കിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രബിളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോണിക്കാണ്. ആ ടോണിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പം ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളതെല്ലാം നോക്കിയ ശേഷം നിങ്ങളിത് ചെയ്തു നോക്കുക. അപ്പോൾ ടാറ്റ ബൈ. നാളെ ഞാൻ ആ ടോണിക്കിനെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ടാറ്റ ബൈ.